അതേസമയം പി വി അൻവറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. ജോയിക്കാണ് വിജയസാധ്യത എന്ന നിലപാടുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും അൻവർ സമ്മർദ്ദം ശക്തമാക്കിയതോടെ വഴങ്ങിക്കൊടുക്കരുതെന്ന നിലപാടിൽ നേതാക്കളെല്ലാം ഒന്നിക്കുകയായിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർദ്ദം എന്നത് അൻവറിന്റെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു വശത്ത് നിൽക്കുകയും അൻവർ പതിവ് സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അൻവർ തന്നെയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ഏകാഭിപ്രായം, അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു ഏകാഭിപ്രായം നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു ശ്രീജ. അത് മാത്രമല്ല, ഇന്നലെ അൻവർ നടത്തിയ പ്രതികരണവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പല ഘട്ടങ്ങളിലായി മത്സരിക്കുമെന്ന സൂചന നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദ നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേവലം അൻവറിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് UDF-നും ഇതൊരു പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 2-3 ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിനു മുൻപ് പുതുപ്പള്ളിയും അതിനു മുമ്പ് തൃക്കാക്കരയൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രശ്നങ്ങളില്ലാതെ, മുന്നണിക്കുള്ളിലോ പാർട്ടിക്കുള്ളിലോ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഇലക്ഷൻ തന്ത്രമായിരുന്നു അന്നെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതേ തന്ത്രം തന്നെ ഇവിടെ നടത്താനുള്ള ശ്രമവും ഇതിനകം തന്നെ നടത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു കല്ലുകടിയായി പിന്നെയും അൻവറിന്റെ പ്രശ്നം പലതവണ നേരത്തെ ഉണ്ടായത്. അത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൻവർ യഥാർത്ഥത്തിൽ ഒരു തലവേദനയായി UDF-ന് മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഉണ്ടായത്. അതുകൊണ്ടാണ് അൻവറിന് വഴങ്ങിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പിന്നെയും വലിയ ദുരിതങ്ങൾ ഇനി ഭാവിയിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഫലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഏതാണ്ട് എല്ലാവരുടെയും മനസ്സിൽ VS ജോയി തന്നെയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം ജയസാധ്യത കൂടുതൽ ജോയിക്കാണ് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. ആര്യാടൻ ഷൌക്കത്തിന് പ്രാദേശികമായുള്ള ചില എതിർപ്പുകൾ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് അതൊരു ഇടതുമുന്നണിയുടെ മണ്ഡലമാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം, ചെറിയ വോട്ടാണെങ്കിലും അങ്ങനെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോയിയെ പരിഗണിക്കാൻ തന്നെയായിരുന്നു നേതാക്കളുടെ ആഗ്രഹം. പക്ഷെ പിന്നെയും ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നു അൻവർ. അങ്ങനെ അൻവറിന് വഴങ്ങിയാൽ അത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും, തെറ്റായ കീഴ്വഴക്കമായി മാറും. അതാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക്, ഒരുപക്ഷെ ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ആര്യാടൻ ഷൌക്കത്തും ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF-ന്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. പക്ഷെ കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ VS ജോയിക്കായിരുന്നു സാധ്യത. അവിടെയാണ് അൻവറിന്റെ തന്നെ ചില നീക്കങ്ങൾ UDF-നും കോൺഗ്രസിനും ഒക്കെ തലവേദനയായി മാറിയിരിക്കുന്നത്. ആ തലവേദന ഇപ്പോഴും തുടരുകയുമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.